guys, hello guys, welcome to the Epic Gaming World. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ എന്തിരിക്കുകയായിരുന്നു. എന്താണ് ഗൈസ്, ഇത്രയും ഞങ്ങളൊരു വലിയൊരു ഫാമാണ് ഗൈസ് മറ്റേ ഉണ്ടാക്കാൻ പോണേ. ഇന്നല്ല ഗൈസ്, വലിയൊരു ഫാം. ഏത് ഫാമാണെന്നൊക്കെ ഇത് കൊണ്ടടിച്ച സോറി അപ്പുറത്ത് പറമ്പിലെത്തിയേ തീ കാരണം കാണുന്നില്ല. കോപ്പ് മറ്റേ ടെസ്റ്റ് ലൈറ്റിലാട്ടോ അതാ പറക്കാൻ കിട്ടില്ല. യോ എവിടാ ആണീ പറഞ്ഞവൻ. അവിടെ നമുക്ക് കളിക്കണ്ട അയ്യേ. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മളിന്നൊരു ചെറിയൊരു മെയിൻ്റെനൻസ് എപ്പിസോഡാണ് അല്ലേടാ. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ സ്റ്റോറേജ് അല്ലേ ഇന്നല്ലേ പറയാ, നമ്മുടെ സ്റ്റോറേജ് ഗൈസ്. ഇത് ഈ സ്റ്റോറേജ് മൊത്തം ഗൈസ് നോക്കി ഗൈസ്. ഇപ്പം ഇതിൻ്റെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതെ ഗൈസ്, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. പിന്നെ ഇങ്ങനെ ഓരോ ലൈക്ക് ഇപ്പം ഇത് ഇവിടെ കണ്ട, ഇത് ഞാനാക്കിയതാണ്. ഇപ്പം ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യും. പിന്നെ കണ്ട ഗൈസ് ക്രീപ്പർ പൊട്ടി ഓട്ട. പിന്നെ നമ്മുടെ ഫാമിംഗ് ലാൻഡ്. പിന്നെ ഗൈസ് ഗൈസ് നമുക്ക് കുറേ ഇത് വേണം ഗൈസ്, മറ്റേ എന്തായാലും പറയാം ബാമ്പു ഗൈസ്. അപ്പം അതിനാണ് ഞാൻ അവിടെ കുറച്ച് നട്ട് വെച്ചിരിക്കണേ. ആണോ എന്നെ. അപ്പോൾ ഗൈസ് ആദ്യം നമുക്ക് സ്റ്റോറേജ് വൃത്തിയാക്കാം. ആരാ പറഞ്ഞേ? ബാമ്പ് എന്നെ ഉണ്ടാവണ്ട 60 ബാമ്പും ഉണ്ട് ഗൈസ്. ഞാൻ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. എടാ നിന്റെ കുറച്ച് ബാമ്പ് ഉണ്ടോ? തെറ്റിയോ അത് രണ്ടെണ്ണം വേണ്ടല്ലേ? ഇത് കുറച്ചുണ്ട്. കിടിയില്ലേ നിന്റെ സൈഡിൽ നോക്കണം, അടിയിൽ നോക്കാം. അപ്പം കിടിയില്ലേ എന്താ ഞാൻ ചാടിച്ചാടി പോണത്. ഞാൻ ചെയ്യാൻ പേടിക്കും നക്കി ഗൈസ്. അതെങ്ങനെ ട്രാക്കടി എടാ ചുമ്മാ ലൂസ്റ്റൊക്കെ ടൈം നമുക്ക് ഫസ്റ്റ് ഇവിടെ കുറച്ച് വെള്ളം എടുത്താൽ സെറ്റാവും. അപ്പം ഞാൻ സ്റ്റോറേജൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പം ഗൈസ്, അപ്പം നമ്മളിപ്പോൾ എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്. ഈ ചെസ്റ്റ് പിടിച്ചാണ് ഇതിൻ്റെ ഒന്നുമില്ല. ഇത് മൊത്തം സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഒന്നുമില്ല ഗൈസ്. വേസ്റ്റിൻ്റെ പെട്ടിയാണ്, അതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഒന്നുമില്ല ഗൈസ് ഇതിനൊന്നും ഇപ്പോൾ. ഇതാരി സോംബി ഞാൻ നിന്നല്ലേ സോംബി. അയ്യോ ഒരു യൂട്യൂബറിനെ തല്ലണേ, ഒരു യൂട്യൂബറിനെ തല്ലണേ. അയ്യോ ആടാ ഇവിടെ പിക്കിളുണ്ട്. പിക്കിള് എടുത്തിട്ട് പോവാ. എമറാൾഡ് എത്രയാടാ? 5 2 ഇത് 5-6 എടുത്തിട്ട് പോവാ. അയ്യോ യൂട്യൂബറിനെ തല്ലണേ, ഒരു യൂട്യൂബറിനെ തല്ലിക്കൊന്നൊരുത്തൻ. എന്തുവാടാ വാണം പോലെ പോയിരിക്കണേ. ആ വാ
ഇതിന്റെ പിക്കിള് മാത്രം വാങ്ങുക. എന്നിട്ട് കൊല്ലം. അവന്റെ പശുക്കളെ തീർത്താ. പിന്നെ പശു അല്ല ലാമ. ആ ചെറുക്കൻ പിക്കളൊക്കെ എടുത്ത് കൈ തന്നിരിക്കുക. എത്ര കിട്ടും വേണ്ടി തീർത്താ? എടാ 5 ആയി ഉള്ളൂ. ഞാൻ തീർന്നില്ല. പിക്കളല്ലേ വേണ്ടേ? അപ്പൊ തീർക്കട്ടെ. കുറച്ച് വാങ്ങിക്കിട്ടി. വായ പറഞ്ഞ ഓക്കെ. ആ തീർത്തോ. ഇത് തീർത്ത് കഴിഞ്ഞാൽ ഇവനെ 10 തരണ്ടായി. നമ്മളിന്ന് വാങ്ങിച്ചത്. എടാ ഒരു മിനിറ്റ്, ഞാനിവിടെ വന്നിട്ട് നമുക്ക് ഇപ്പൊ കിട്ടും നോക്കിയില്ലേ? സിൽക്ക് ടച്ച് വേണം. പിന്നെ കളി മാത്രം മതി. നിനക്കല്ലേ ആവശ്യം? വെയിറ്റ് അതാ നിന്റെ വെച്ചോ. ഇതാ കുറേ ഡേർട്ട് എടുത്തോ. ഇനി നമ്മളെ ക്രീപ്പർ ഉണ്ടാക്കി വെച്ച സംഭവങ്ങൾ പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. അല്ല ഉണ്ടാക്കാം. ഇനി വെറും 2 ദിവസത്തേക്ക് നമ്മുടെ ഇൻവെൻട്രി അല്ല ഗൈസ്, ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഉണ്ടാവും ഗൈസ്. പിന്നെ അത് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ ആവും ഗൈസ്. ഞാൻ കണ്ട അവിടെ വയ്ക്കും. പിന്നെ ഒരു മെയിൻ്റനൻസ് എപ്പിസോഡും കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ്. 1 pickle, 2 pickle, 6 pickle. എനിക്കറിഞ്ഞു തന്നെ. അത് ഞാൻ കൊണ്ട് വെച്ചു. ഭാവി ഞാൻ അവിടെ വെച്ചില്ലേ. എടാ എറിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പം തന്നെ ഇവിടെ കൂടെ വായിക്കൂടെ വരുന്നേ. കുറച്ചായിട്ട് പോയി. നോ ചീറ്റിങ്. നീ അവിടെ ഉണ്ടാക്കും, ഞാൻ പറ്റിയ അവിടെ ഉണ്ടായിട്ട് തരാം. നോ ചീറ്റിങ്ങാ. ഇത് ചീറ്റിങ് ഉള്ളു. ഡേട്ടിനൊക്കെ ഇപ്പം എന്താ വില? 50 പൈസ. അല്ല, 1 രൂപ 50 പൈസ. പിന്നെ ഇതെന്താണെന്ന് അറിയോ ഗൈസ്? ഇവിടെ ഞാൻ വെച്ചാൽ കോൺക്രീറ്റ് കൺവേർട്ട് ചെയ്യണേ. ഇവിടെ കോൺക്രീറ്റിൻ്റെ ഇത് വെക്കും ഗൈസ്. ഞാൻ പറ്റിയ സാധനം അത് ഗൈസ് അങ്ങനെ. അപ്പം അങ്ങനെയാണ് ഗൈസ് ഞാൻ ഇവിടെ വെച്ച് കൺവേർട്ട് ചെയ്യണതിനെ. ആടോ ഞാൻ കുറേ ഇങ്ങനെ മുകളിലേക്കൊക്കെ വെച്ചിട്ടാണ് കുറച്ചൊക്കെ കിട്ടണേ ഗൈസ്. നമ്മുടെ ബാമ്പ് അങ്ങനെ വളരെ ഗൈസ്. ബാമ്പ് പെട്ടെന്ന് വളരും ഗൈസ്, ഷുഗർ കെയിനേക്കാളും സ്പീഡിൽ. പിന്നെ ഇവിടെ കുറേ ഇതുണ്ട് ഗൈസ്. ലാസ്റ്റ് കാണിച്ചു തരും ഗൈസ് ഞാൻ 2 സംഭവങ്ങൾ. ഒന്ന് നമ്മൾ ഇത്രയും എന്തൊക്കെയാണ് ഗ്യാദർ ചെയ്ത് വെച്ച് ഇപ്പം എത്രയൊക്കെ ആയി എന്ന് കാണിക്കും. ഗൈസ് നമുക്ക് ഇനിയും കുറച്ച് സ്ഥലമുണ്ട് ഗൈസ് ഇവിടെയൊക്കെ ചെയ്യാൻ. എൻ്റെ ഇതെന്ന് വെച്ച് നോക്കണം, ഒരു UFO അല്ലേ? UFO വന്നിട്ട് എന്തെങ്കിലും സാധനത്തിന് എടുത്തിട്ട് പോകണ പോലെ, ഡ്രാഗൺ എഗ്ഗിനോ അങ്ങനെ വല്ലതും. പിന്നെ ട്രേഡിങ് ഹാള് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കണ്ട കുറേ ഇത് ഗൈസ്. നമുക്ക് എല്ലാം മോഡേൺ ടീമാണ്. ഇവിടെ മെൻഡിങ് വില്ലേജർ, പിന്നെ ഇവിടെ ഡെപ്ത് സ്ട്രൈഡർ, പിന്നെ അക്വ ഇൻഫിനിറ്റി. പിന്നെ ഇൻഫെയിലിംഗ് ഗൈസ്, ഫയർ പ്രൊട്ടക്ഷൻ, പിന്നെ ഫയർ ആസ്പെക്റ്റ്. ഇതിനൊക്കെ എന്താ ഉള്ളത് ഗൈസ്? ഇതിൻ്റെ ഉള്ളതൊന്നും പ്രത്യേകിച്ച് വേണ്ടതൊന്നുമില്ല. ഇതിനുള്ള പേപ്പറാണ് ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ബുക്കുകളും എല്ലാം. പിന്നെ അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ ഫ്ലെയിമൊക്കെ എന്തിനാണ് നിനക്ക്? ആ ശരിയാണല്ലോ. റെസ്പിറേഷൻ പറയുമ്പോൾ സംഭവം മെൻറ്റിങ് ഉണ്ടാവും കയ്യിൽ.
ഇതോടാ അതിന്റെ ആ ഇതുണ്ട് ഷെൽക്കറിൽ നിർത്തിയോ ഏതോ ഒരു ഷെൽക്കറിൽ അയാടാ പറ്റിയിരുന്ന നിർത്തി എവിടെയാടാ ഞാൻ നമ്മുടെ ട്രീ കണ്ടോ ഫ്രണ്ട് ട്രീ അത് കണ്ടല്ലേ വെക്കട്ടെ എടുത്ത് കണ്ട് എടുക്കാനൊന്നും വയ്യ ഓരോരുത്ത് ഇട്ടുക ഗൈസ് ടിപ്സ് പറഞ്ഞു തരാം അവിടെ ഈ ആൾക്കാർ കൈ കൊണ്ട് പൊട്ടിച്ചാലും കിട്ടും അശ്ശി ഗൈസ് നമ്മൾ പുതിയൊരു ആൻഡിൽ ഉണ്ടാക്കി ഗൈസ് മറ്റേ ആൻഡിൽ പൊട്ടി ഇതിലുണ്ടോ മെൻഡിങ്ങോ എൻ്റെ സോഡിലും ഇല്ല മെൻഡിങ് അയ്യേ പിന്നെ എന്നാ ഇതിനകത്തുണ്ട് ഞാൻ ഒരു 2-3 വാങ്ങിയിട്ടുണ്ട് ആ 2-3 നമുക്ക് ചാമ്പിക്കോ ഈ 2 പേരുള്ള ഇനി അവസാനം ഓരോറ്റം കൂടെ ഉള്ളു ഈ 2 എടുത്താൽ മതി ഞാൻ കിടന്നോ എഫിഷ്യൻസി 5 അല്ലേ അത് അല്ല 4 ഫെദർ ഫോഡിങ് ലോയാലിറ്റി കൈസ് നമ്മുടെ ട്രൈഡന്റ് ചേർക്കാം കൈസ് കേട്ടാ അറിയില്ലടാ കുതിച്ച കള്ള അറിയില്ലുണ്ട് ഞാൻ ചേർത്തി ഓ എൻ്റെ ഇതിലില്ല മാല കൊണ്ട് ആ പൊട്ടൻ്റെ 5-6 വാങ്ങട്ടെ പൊട്ടനെ അപ്പൊ അങ്ങനെ ഞാൻ പൊട്ടനല്ല കുട്ടനെ വിളിക്കും പാട്ടി നമ്മള് പിന്നെ റെയിൽ ഫാമൊക്കെ സെറ്റ് ചെയ്തോണ്ടല്ലേ നമ്മളാളുടെ സീനില്ല എടാ ഞാനിപ്പോ ഈ എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഞങ്ങളുടെ തലയിൽ ഏറെ വേണം ദീപായി പോയാലും കൈസ് ആ മറ്റേ ട്രെയിനിങ് കളിക്ക് എത്തും ഞാൻ ഇതൊക്കെ അടച്ചാ നീ നമ്മളിപ്പോ എന്തോ അങ്ങനെ വന്നിങ്ങോട്ട് ഫ്ലെയിം എത്രയാ 18 അത് വേണ്ട നമ്മൾ 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 നോക്കി വന്നത് വാങ്ങാൻ എവിടെ ഒരു 5 രൂപയെങ്കിലും കുറച്ച് തരുമോ ഓ എന്നേക്കാൾ നന്നായി വാ വില്ലേജേഴ്സ് ആണ് മൈൻക്രാഫ്റ്റ് ഡേർട്ടിയസ്റ്റ് മോബ് ഡേർട്ടിയസ്റ്റ് അല്ല ഈ അനോയിങ് മോബ് പിന്നെ സെക്കൻഡ് അനോയിങ് മോബാണ് എൻ്റെ ചേട്ടൻ അടക്കില്ലല്ലോ പെട്ടെന്ന് ഡേർട്ട് തീർന്നു വന്നെടുക്കണം ആ കഴിച്ച് ഇവിടെ എത്തിയാണ് ഞാൻ ഫുഡ് ചെയ്തേ ഡാ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയേ ഡാ അതിൻ്റെ റെഡ് സ്റ്റോപ്പ് ഒട്ടിച്ച് കളയരുത് ആ വൃത്തിയില്ലെങ്കിൽ പിന്നെ നിനക്ക് XP ഫാം ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ കുറേ ഉപയോഗിച്ചില്ല അപ്പോൾ അടിയിൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം ഓ മൈ ഗോഡ് ഓ റോട്ടം ഫിഷ് ഉണ്ട് എന്താണ് എനിക്ക് ഇത്രയും ഗ്യാങ്സ്റ്റേഴ്സ് എത്തിയിട്ടില്ല അപ്പോൾ ഒക്കത്തിൽ തീർന്നു ഗ്യാങ്സ്റ്റേഴ്സ് ഇപ്പം ചാവുണ്ടോ വാങ്ങണേ ചാകും പോകണ്ട കേസ് ഞാൻ പോകുന്നത് ഈ സൈഡിൽ കൂടെ നമുക്ക് കിടന്നു പോകാം കേസ് ഇതിൻ്റെ വല്ല ഗോൾഡ് ഉണ്ട് നോക്കാം ഉണ്ടെങ്കിൽ അടിച്ചു വരും ഗോൾഡേ ഉള്ളു കേസ് കൊള്ളാം കേസ് നമുക്ക് കുറച്ച് ഗോൾഡൻ ആപ്പ് ഉണ്ടാക്കാം ഷവലിലാണ് കേസ് എഫിഷ്യൻസി വേണ്ടത് എഫിഷ്യൻസി 5 ആയി മെൻഡിങ് ആഡ് ചെയ്യുമ്പോൾ ഇത് അൺബ്രേക്കിംഗ് കൂടെ കിട്ടിയ സെറ്റായി ഇപ്പം എനിക്ക് ഇമ്പോർട്ടൻറ്റ് ലെഗിൻസ് ആണ് ഗൈസ് ഇപ്പോൾ ലെഗിൻസിൽ അങ്ങ് മെൻഡിങ് ചേർക്കുകയാണ് പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് എൻ്റെ വാളാണ് 17 ആവണം ഗൈസ് എത്ര സ്പീഡിലാണ് കയറണേ നല്ലൊരു XP ഫാം ആണ് നല്ല ഇതിനേക്കാളും നല്ല സെറ്റായി വർക്കാവുന്ന ഒരു എന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് വർക്ക് ആവുമെന്ന് എന്നാ പിടിച്ചോ നമ്മുടെ പ്രൊഡക്ഷൻ എന്താ ഞാൻ ഇതാക്കി ഞാൻ നിർത്തിയില്ലേ എന്റെ ഹെൽമെറ്റോ എന്റെ ഹെൽമെറ്റ് കാണുന്നുണ്ട്
ഞാനൊന്നും എടുത്തിട്ടിട്ടിട്ടിട്ടിട്ടില്ല. സെറ്റ് ഇതാണല്ലോ ഗൈസ് എൻ്റെ ആർമർ. ഇതല്ലേ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കടിയില്ല. ഉയ്യോ ഞാൻ ശബരം മെൻറ്റ് ചെയ്യാൻ മറന്നു. നീ മുകളിൽ എനിക്ക് അടിയിൽ തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞങ്ങളെ എല്ലാം സെറ്റ് ഓക്കെ ഗൈസ്. നമ്മുടെ മൊത്തം സാധനം നമ്മൾ മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മെൻറ്റിങ് ഇല്ല ഗൈസ്, അതുകൊണ്ട് ഇതില്ല ഗൈസ്. ആക്ച്വലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഇത് ചെയ്തില്ല ഗൈസ് മെൻറ്റ്. ഗൈസ് നമ്മൾ ഇതുവരെ കാണിക്കാന്ന് പറഞ്ഞ സംഭവം നമ്മൾ കാണിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ചേട്ടനും കൂടെ വരട്ടെ. അപ്പോൾ ഞാൻ ഇത് കാണിക്കാം, മറ്റേത് കാണിക്കില്ല. ഇപ്പോൾ ഗൈസ് നോക്ക് ഗൈസ്, ദേ ഇതൊക്കെ നിങ്ങൾ പറയാം നിസ്സാരമാണ് ഇത്രയും ചെയ്യാൻ. നിങ്ങൾ പറ ഗൈസ് ഇതൊക്കെ നിസ്സാരമാണ്. ഇതൊക്കെ ഗൈസ് മറ്റേ ഇത് മൊത്തം ഒരു ഡബിൾ ചെസ്റ്റ് നിറച്ചും വേണം ഗൈസ്. ഗ്ലാസ് ഐ തിങ്ക് 11 13 അങ്ങനത്തെ സ്റ്റാക്ക് മതി ഗൈസ്. നീ വന്നാ ബാ കാണിക്കാം. നീ ആദ്യം ചാട്. ഇപ്പൊ ഗൈസ് ദേ ഗൈസ് ഇതാണ് ഈ ഓട്ട. കാണിക്കട്ടെ. അത് പൊടിച്ചിട്ട് ഗ്ലാസ് വെക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഐറ്റം ഫ്രെയിം വെച്ചിട്ടില്ല. ഐറ്റം ഫ്രെയിം എല്ലാവരും ഐറ്റം ഫ്രെയിം വെച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് അതെന്താണെന്ന് അറിയോ ഗൈസ്, ഇനി ഗൈസ് നമ്മൾ കുറേ പ്രോ ആകുമ്പോൾ അതായത് കുറേ അയൺ ഫാമും നമുക്ക് ഞാൻ പറയാം. അയൺ ഫാം എല്ലാം റെഡി ആകുമ്പോൾ ഗൈസ് നമ്മൾ സോർട്ടിങ് സിസ്റ്റം ഉണ്ടാക്കും ഗൈസ്. ഇത് ഓട്ടോമാറ്റിക് സോർട്ടിങ് സിസ്റ്റം. നമ്മൾ ജസ്റ്റിലിട്ട് അതൊക്കെ സോർട്ട് ചെയ്ത് വരും ഗൈസ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സ്ഥലം കുറവാണ് ഗൈസ്. എനിക്ക് സ്ഥലം കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗൈസ് ഒരു സോർട്ടിങ് സിസ്റ്റം കൂടി ഉണ്ടാക്കാം. അതാണ് ഗൈസ് ഇത്രയും നേരം എന്താ പറയുക അത്രയും ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഗൈസ്. എൻ്റെ പിക്കാക്സോ ഞാൻ അടിച്ച അണ്ണാക്കിലുണ്ട് പിക്കാക്സ് കള പട്ടി. നിന്റെ കയ്യിൽ പിക്കാക്സ് ഉണ്ടോ നോക്കി. നീ എന്ത് ചെയ്യണേ? എൻ്റെ പിക്കാക്സ് അവിടെ പെട്ട് പോണി പോട്ടെ. കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ റിച്ച്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ഞങ്ങൾ ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ട് സീലാക്റ്റം വെക്കണം ഗൈസ്. സീലാൻറ്റം വെക്കണം ഗൈസ് ഇതിൻ്റെ അടിയിലൊക്കെ. പിന്നെ ആദ്യം തന്നെ വെട്ടത്തിൻ്റെ അപ്പം അതിനാണ് ഗൈസ് ഞാൻ ഇത് വെക്കണം. പിന്നെ ഇതിൻ്റെ കൃത്യം അടിയിലായിട്ടായിരിക്കും നമ്മുടെ വാട്ടർ എലിവേറ്റർ വരുന്നത്. പിന്നെ ഗൈസ് ഞാനിത്തെ എവിടെയെങ്കിലും ഗൈസ് ഒരു എൻട്രൻസ് ഉണ്ടാക്കും. എൻട്രൻസ് ഉണ്ടാക്കും. പിന്നെ ഗൈസ് നമ്മുടെ കുറെ ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഇതുണ്ട് അടിയല്ലേ. അപ്പം അതാണ് ഗൈസ് നമ്മുടെ ഇത്. അപ്പം ഗൈസ് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഗൈസ് ഇന്നത്തെ വീട്ടിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നും പറ്റില്ലാന്ന്. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല ഗൈസ്. ഞാൻ വീഡിയോ എപ്പോഴും ഇടണം, എന്നാലാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ അല്ലേ. അപ്പം ഗൈസ് അത്രേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് വീഡിയോ ഒട്ടും ഇഷ്ടപ്പെടില്ലാന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസ്. അതന്നെ. പിന്നെ ഗൈസ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എനിക്കറിയാം ഗൈസ് എനിക്കിപ്പം 400 വ്യൂസ് ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ എപ്പോഴേ നന്നായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ വീഡിയോ കാണാൻ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കുക ഗൈസ്. ജനടാ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്താണ് ഗൈസ് പോകാനുള്ളത് അല്ലേ? സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഇപ്പോൾ ഇതില്ലേ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് അങ്ങനെ ചെയ്തൂടെ? ഇതല്ലേ യൂട്യൂബിൽ ഇങ്ങനെ സാധനം വെച്ചിരിക്കണം. അങ്ങനെ ചെയ്യരുതട്ടാ.
ടോപ്പിൽ വരാൻ പറ്റില്ല, എനിക്ക് വയ്യ. ഞാൻ ഇവിടെ തന്നെ ഇത് പറയാം. എന്നിട്ട് എനിക്ക് തമ്മിലിന് ഫോട്ടോ എടുക്കണം. എവിടെ നീ ഉണ്ട്? ഞാൻ മറ്റേ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ്. ഓക്കെ അപ്പോൾ ഗൈസ് ഇനി ഞാൻ മറ്റേ കുറേ സംഭവം എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഇത് ചെയ്യും ഗൈസ്. അതായത് ഇവിടെ കൊണ്ടുപോയി ഇത് ലേബൽ ചെയ്തിട്ട് മൊത്തം ഇത് ചെയ്യാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യണം. അപ്പോൾ ഗൈസ് ബൈ, സീ യു ടു സൂൺ.